ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു ഗുജറാത്തി റൊമാൻറ്റിക് കോമഡി സിനിമയാണ് തൃഷ ഓൺ ദ റോക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സിനിമ കുറ്റം പറയാനും തോന്നുന്നില്ല, പക്ഷേ സിനിമയ്ക്കകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല. അതായത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റോറി മാത്രമേ ഈ സിനിമയിലുള്ളൂ. ആ ഒരു സ്റ്റോറി ഇവർ വലിച്ചു നീട്ടി 2 മണിക്കൂർ 50 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ചില സീനുകളൊക്കെ ഒരു മിനിറ്റിൽ കാണിക്കേണ്ട സീനെയൊക്കെ 15 മിനിറ്റ് വരെ വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. അത്രയ്ക്ക് ലെങ്തി ആയിട്ട് കുറേ സാധനങ്ങൾ വലിച്ചു നീട്ടി ഒരു 1.5 മണിക്കൂറിൽ ഈ ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. സിനിമ വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയും ഒരു സിനിമ, അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം തൃഷ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വലിയ വീട്ടിൽ, അതായത് ഒരുപാട് കാശുള്ള റിച്ച് കുടുംബത്തിൽ ജനിച്ച് വളർന്ന പെൺകുട്ടി. പുള്ളിക്കാരിക്ക് പുറത്ത് പോയി പഠിക്കണം, ജോലി ചെയ്യണം എന്നൊക്കെയാണ്. അപ്പം ഫാമിലിയിൽ അച്ഛൻ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പം ഇൻ്റർവ്യൂ ഒക്കെ പുള്ളിക്കാരൻ ചെന്ന് കുളവാക്കിയിട്ട് ഇത് പോകാനായിട്ട് പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഒരു പാർട്ടിക്ക് വേണം. ഗുജറാത്തിൽ ആൽക്കഹോളില്ല, ഡ്രൈ സോണാണ്. അപ്പം അവിടെ അവർ ഇല്ലീഗലായിട്ടാണ്, അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നാണ് ഈ ഒരു ആൽക്കഹോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ വിശാൽ എന്ന് പറയുന്ന ഒരു പയ്യൻ, പുള്ളി ഇങ്ങനെ ഈ ആൽക്കഹോൾ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ചെറിയൊരു കള്ളനൊക്കെയാണ്. അവർ ജീവിക്കാൻ വേണ്ടി, അതായത് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പയ്യൻ. അപ്പം ഈ പാർട്ടിയിൽ വിശാൽ ആൽക്കഹോളും കൊണ്ട് വരുന്നു. അവിടെ വെച്ചിട്ട് വിശാലിൻ്റെ ഈ ഒരു ബോഡിയെ കണ്ടിട്ട് ഈ പിള്ളേർക്ക് ഇതൊക്കെ തോന്നിയിട്ട് ഇവർ വിശാലിനെ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കുന്നു. അങ്ങനെ വിശാലും തൃശയും അവസാനം ഒരു 1 നൈറ്റ് സ്റ്റാൻഡിൽ ചെന്ന് അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2 പേരും 2 വഴിക്ക് പോകുന്നു. പേര് പോലും വിശാലിനെ ചോദിക്കുകയാണ് തൃശ ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നിട്ട് പോകുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത് തൃശ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അതായത് 1 നൈറ്റ് സ്റ്റാൻഡിൽ നിന്ന് പ്രഗ്നൻ്റ് ആവണം. യൂഷ്വലി ആണെങ്കിൽ അബോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളത്. പക്ഷേ റിച്ച് ടീമാണല്ലോ, അതായത് ഒരു മോഡേൺ പെൺകുട്ടിയാണ് തൃശ എന്ന് പറയുന്നത്. തൃശയ്ക്ക് ബേബിയെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടിയെ വേണം. അപ്പം അത് ഫാമിലി ഒന്നും ഇഷ്യൂ ഒന്നുമില്ല, അങ്ങനത്തെ മോഡേൺ ഫാമിലിയാണ്. വീട്ടിൽ ഫാമിലി ഇഷ്യൂ ഒന്നുമില്ല. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം വിശാലിനെ കണ്ടുപിടിക്കണമല്ലോ, ഈ നായകനെ കണ്ടുപിടിക്കണം. നായകൻ്റെ ഫോൺ നമ്പരോ പേരോ ഒന്നും അറിയില്ല. അങ്ങനെ തൃശ ഇരുന്നിട്ട് ഓരോ ഈ ആൽക്കഹോൾ കൊണ്ടുതരുന്ന ടീമുകളെ വിളിച്ച് വിശാലിനെ കണ്ടുപിടിച്ചിട്ട് ഇവർ തമ്മിൽ 2 പേരും ഒരിക്കലും സെറ്റാവാത്ത 2 ആളുകൾ തമ്മിൽ സെറ്റാവുന്നൊരു സിനിമയായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഇത്രയേ ഉള്ളൂ സ്റ്റോറി, ഇത്രയേ ഉള്ളൂ. ഇത് പ്രഗ്നൻ്റ് ആവുന്നു, അത് കഴിഞ്ഞിട്ട് വിശാൽ വരുന്നു, ഇവർ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ കഥ. അതിനകത്ത് അല്ലാണ്ട് വലിയ ടെസ്റ്റുകളോ ഒരുപാട് വലിയ നമുക്ക് ഇമ്പ്രസ് ചെയ്യുന്ന സീനുകളോ അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയ്ക്കകത്ത് ഒന്നുമില്ല. പക്ഷേ ഇത് ചില സീനുകളൊക്കെ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് കുറ്റം പറയാനായിട്ട് തോന്നില്ല. ഈ ഒരു ലെങ്ത് ഭയങ്കര ലെങ്താണ്. 2 മണിക്കൂർ 52 മിനിറ്റ്, 3 മണിക്കൂറുള്ളൊരു സിനിമ. അതിനകത്ത് കഥ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഥയില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒന്നുമില്ലാത്തൊരു സാധനത്തെ ഇവർ വലിച്ചു നീട്ടി കൊണ്ടുവച്ചിരിക്കുന്നു. അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഈ സിനിമയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഇതിങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്റ്റോറി കഴിഞ്ഞു. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുക ഇനി ഇതൊക്കെ ആയിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നതെന്നുള്ളത്. നായകനായി ഒടുക്കത്തെ ചിരിയാണ്. തൊട്ട് അവസാനം വരെ ഇവർ കാണുമ്പോഴെല്ലാം അങ്ങ് ചിരിയാണ്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് അഭിനയിക്കാനും മാത്രമുള്ളതൊന്നും ഈ ഒരു സിനിമയിലില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഒരു ഗുജറാത്തി സിനിമയാണ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ കണ്ടു നോക്കിയതാണ്. ഒരു കാര്യമില്ലായിരുന്നു, 3 മണിക്കൂർ പോയെന്നുള്ള സത്യമാണ്. വെറുതെ ഇരുന്നപ്പോൾ എന്നാൽ കണ്ടു നോക്കാം. തൃഷ ഓൺ ദ റോക്സ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കണ്ടു നോക്കിയപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഇതാണ്. പിന്നെ കണ്ടതല്ലേ എന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ ഈ ഒരു സിനിമ. അല്ലാതെ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. നിങ്ങൾ കണ്ടു നോക്ക്. ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ, നിങ്ങൾ പോയി കാണണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം 3 മണിക്കൂറുണ്ട് സിനിമയിൽ, കഥയൊന്നും ഇല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞത് വേണം. അപ്പം വേണമെങ്കിൽ കണ്ടു നോക്കുക, വെറുതെ ഇരിക്കുകയാണെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ പറയുക. അപ്പോൾ അത്രയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.